മക്കളെ, അപ്പോൾ നമ്മുടെ SSLC പബ്ലിക് എക്സാമും SSLC മോഡൽ എക്സാമും ഒക്കെ ഇങ്ങ് അടുത്തെത്തി. അപ്പോൾ SSLC എക്സാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ഫുൾ A+ അല്ലേ? നമുക്ക് എന്താണ്, നമുക്ക് എല്ലാവർക്കും A+ വേണം. അപ്പോൾ ഫുൾ A+ലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്, നമ്മളുടെ ടോട്ടൽ നമുക്ക് 10 സബ്ജക്ട്സ് ആണുള്ളത് നമ്മുടെ IT കൂടെ കൂട്ടിയിട്ട്. ഓക്കെ, IT കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് 10 A+ കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, നമുക്ക് ഫുൾ A+ കിട്ടി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക്, അല്ലേ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്തുക. അപ്പോൾ ഇതിൽ നമ്മൾ IT മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 9 സബ്ജക്റ്റുകളുണ്ട് അല്ലേ? 9 സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മാത്സ് ഉണ്ട്, ഓക്കെ, മാത്സ് ഉണ്ട്, ദെൻ നമുക്ക് സോഷ്യൽ സയൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഈ 3 സബ്ജക്ട്സിൽ നിങ്ങൾക്ക് അറിയാം എത്ര മാർക്സിലാണ്, നമുക്ക് 80 മാർക്കിനാണ് നമ്മൾ എന്ത് എഴുതുന്നത്, പരീക്ഷ എഴുതുന്നത്. ആൻഡ് ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്സ് ഉണ്ട്, ദെൻ നമുക്ക് കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, അതേപോലെ തന്നെ ഹിന്ദി ഉണ്ട്, ദെൻ ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട്, ദെൻ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് അല്ലേ, സെക്കൻഡ് ലാംഗ്വേജ്. ഇത്രയും സബ്ജക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും സബ്ജക്റ്റിൽ ഈ 6 സബ്ജക്റ്റിൽ നമ്മൾ പരീക്ഷ എഴുതുന്നത് എത്ര മാർക്കിനാണ്, നമ്മൾ 40 മാർക്കിനാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എത്രയാണ്, 80 മാർക്കിലല്ലേ നമ്മൾ പരീക്ഷ എഴുതണേ, അപ്പോൾ നമുക്ക് 90% ആൻഡ് അബവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഫുൾ A+ ആണ്, അപ്പോൾ A+ കിട്ടും. അപ്പോൾ നമ്മൾ കരുതുന്നുണ്ടാകും 80 മാർക്കിൻ്റെ ഒരു 90% എന്ന് പറയുമ്പോൾ നമുക്ക് 70 മാർക്കോ അതിൽ മുകളിലോ കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, 70 ആൻഡ് അബവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഫുൾ A+ ആണെന്ന് നമ്മൾ കരുതും. ഓക്കെ, അതേപോലെ തന്നെ 40യുടെ ഒരു 90% ആൻഡ് അബവ് എന്ന് പറയുമ്പോൾ നമ്മൾ കരുതൽ എന്താണ്, 35 ആൻഡ് അബവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഫുൾ A+ ആണെന്ന് നമ്മൾ കരുതും, അല്ലെങ്കിൽ 35 മാർക്സ് മതി എന്ന് നമ്മൾ കരുതും. പക്ഷേ നമ്മളുടെ എക്സാം ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 80 മാർക്കിലല്ല നിങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 6 സബ്ജക്ട്സിൽ 40 മാർക്ക് അല്ല നിങ്ങൾ നോക്കുക. പകരം എത്രയാണ്, ഈ 3 സബ്ജക്ട്സ് 100ലാണ്, ഔട്ട് ഓഫ് 100ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഔട്ട് ഓഫ് 100ൽ നിങ്ങൾക്ക് 90% വേണം. 90% എന്ന് പറയുമ്പോൾ 90 മാർക്കും അതിന് മുകളിലും വേണം. അതേപോലെ തന്നെ ഈ 6 സബ്ജക്ട്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 50ലാണ് നിങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു 90% എന്ന് പറയുമ്പോൾ 45 ആൻഡ് അബവ് വേണം. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇത് നമ്മൾ എക്സാം എഴുതുന്നത് 40 മാർക്കിലാണ്, പക്ഷെ എങ്ങനെയാണ് ഈ 45 അല്ലേ നമുക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഈ ഒരു 3 സബ്ജക്ട്സിൻ്റെ കാര്യത്തിൽ ഈ 3 സബ്ജക്ട്സിൽ നമുക്ക് 80 പ്ലസ് 20 മാർക്കും കൂടെ വരും. അപ്പോൾ എന്താണ് ഈ 20 മാർക്ക് എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് നിങ്ങളുടെ CE മാർക്ക് വരുന്നത്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. നിങ്ങൾ അസൈൻമെൻറ്റ് വെച്ചിട്ടും അതേപോലെ നിങ്ങളുടെ അറ്റൻഡൻസ് നോക്കിയിട്ടും നിങ്ങളുടെ നോട്ട്സ്, അങ്ങനെ ഓരോ സ്കൂളിലും പല പല കാര്യങ്ങളായിരിക്കും. അത് വെച്ചിട്ടുള്ള ആ ഒരു 20 മാർക്കും കൂടെ ചേരുമ്പോഴാണ് ഔട്ട് ഓഫ് 100ൽ നമുക്ക് ഇവാലുവേഷൻ വരുന്നത്. ഏതൊക്കെ സബ്ജക്ട്സ്, നമ്മുടെ മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്. ബാക്കി വരുന്ന 6 സബ്ജക്ട്സിൽ നിങ്ങൾ 40 മാർക്കിന് എഴുതിയെടുക്കുന്നു, പ്ലസ് 10 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ CE മാർക്കാണ്. അങ്ങനെയാണ് നമുക്ക് എത്ര വരുന്നത്, ഔട്ട് ഓഫ് 50ൽ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ 10% എന്ന് പറയുമ്പോൾ അതായത് 90 ആൻഡ് അബവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ആണ്. ഇതിൽ 45 ആൻഡ് അബവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ആണ്. ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്. പക്ഷേ ഇതിൽ ഇത്രയും മാർക്സ് നിങ്ങൾ എഴുതി ഉണ്ടാക്കണ്ട അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് എന്തായാലും എന്തിടും, നമ്മുടെ CE മാർക്ക് തരും. CE മാർക്ക് പൊതുവേ ടീച്ചേഴ്സ് ഒന്നും തന്നെ കുറയ്ക്കാറില്ല. നമ്മളിങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ പറയും, നോട്ട് സബ്മിറ്റ് ചെയ്തില്ലേ CE മാർക്ക് കുറയ്ക്കും അല്ലേ, അറ്റൻഡൻസ് ഇല്ലെങ്കിൽ CE മാർക്ക് കുറയ്ക്കും എന്നൊക്കെ ടീച്ചേഴ്സ് പറയും. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങൾ നോട്ട് നന്നായിട്ട് എഴുതാനും നിങ്ങൾ ക്ലാസ്സിൽ വരാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, പക്ഷേ പൊതുവേ ടീച്ചേഴ്സ് ആരും തന്നെ എന്ത് ചെയ്യാറില്ല, CE മാർക്ക് കുറയ്ക്കാറില്ല. കാരണം CE മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്സ് കുറയും, അത് സ്കൂളിൻ്റെ A+നെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് പൊതുവേ ടീച്ചേഴ്സ് അങ്ങനെ CE മാർക്ക് കുറയ്ക്കാറില്ല. ഓക്കെ, അപ്പം നിങ്ങളിവിടെ നമ്മൾ പറഞ്ഞു നമുക്ക് 90 ആൻഡ് അബവ് കിട്ടിക്കഴിഞ്ഞാൽ A+ ആണ്. അപ്പം നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഇവിടെ 20 മാർക്സ് CE ഫുള്ള് തന്നു എന്ന് കരുതാം. ഓക്കെ, അപ്പം നമുക്ക് 90 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 80ൽ എത്ര മാർക്സ് എഴുതിയെടുത്താൽ മതി? 90 കിട്ടാൻ വേണ്ടിയിട്ട് 80ൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 70 മാർക്ക് കിട്ടിയാൽ 70 + 20 90 നിങ്ങൾ A+ ആയി.
ഇനി നിങ്ങൾ ബോർഡർ ലൈനിൽ പിടിക്കേണ്ട, നിങ്ങൾക്കൊരു 90, നിങ്ങൾക്ക് 70 തന്നെ കിട്ടുള്ളൂ എന്നല്ലല്ലോ. നിങ്ങൾ എല്ലാവരും നല്ലപോലെ പഠിക്കുന്ന മക്കളാണ്. പല എക്സാംസും കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയാറുണ്ട് മിസ് ഫുൾ മാർക്സ് കിട്ടി അല്ലേ. 80ൽ നിങ്ങൾ പറയാറുണ്ട് ഒരു 75 ഉണ്ട്, 76 ഉണ്ട്, 70 ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരു 70 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി മാർക്ക് ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള 6 സബ്ജക്ട്സിൽ ഓക്കെ നിങ്ങൾക്കൊരു 35 നിങ്ങൾ നേടിയെടുത്താൽ തന്നെ എഴുതിയെടുത്താൽ മതി. ബാക്കി നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്കൊരു ഈ ഒരു 10 CE നിങ്ങൾക്ക് ഫുള്ള് തന്നിട്ടുണ്ടെങ്കിൽ 35 കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് A+ ആണ്. കാര്യം പിടി കിട്ടിയോ? ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു എക്സാംസിൽ ഇപ്പോൾ നമ്മുടെ മാത്സ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഈ 3 സബ്ജക്ട്സിൽ നിങ്ങൾ എഴുതിയെടുക്കേണ്ട മാർക്ക് എത്രയാണ്? നിങ്ങൾക്ക് 70 എഴുതിയെടുത്താൽ തന്നെ 80ൽ 70 എഴുതിയെടുത്താൽ തന്നെ എന്താണ് നിങ്ങൾക്ക് A+ കിട്ടും. എപ്പോഴാണ് ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ, ടീച്ചേഴ്സ് നിങ്ങൾക്ക് +20 CE മാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എന്തായി 90 മാർക്സ് ആയി. ബാക്കിയെല്ലാം നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജി, ദെൻ മലയാളം ഫസ്റ്റ്, ദെൻ മലയാളം സെക്കൻഡ്, ദെൻ നമ്മുടെ ഹിന്ദി, ഈ സബ്ജക്ട്സിൽ നിങ്ങളൊരു 35 എഴുതിയെടുത്താൽ അല്ലേ, പ്ലസ് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് 10 മാർക്ക് CE തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായി A+ ആയി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് A+ കിട്ടാൻ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഈ സി മാർക്കിൻ്റെ കാര്യം അലച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. സി മാർക്കിൻ്റെ ഓൾറെഡി എൻട്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ അത് കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സി മാർക്ക് നിങ്ങൾക്ക് 20 അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ബാക്കിയുള്ള 6 സബ്ജക്ട്സിൻ്റെ കാര്യത്തിൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി നിങ്ങൾ A+ലെത്തി. പിന്നെ മിസ്സിനൊരു സജഷൻ, നിങ്ങൾ എപ്പോഴും ഈ ഒരു ബോർഡർ ലൈൻ പിടിക്കാൻ നിൽക്കണ്ട. കറക്റ്റ് 70 ഞാൻ വാങ്ങിക്കും എന്ന് കരുതണ്ട. ജസ്റ്റ് 1-2 മാർക്ക് കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് സമാധാനമാണ് അല്ലേ. ബോർഡർ ലൈൻ നിൽക്കാതെ നമുക്കൊന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർക്സ് വരുന്നത്. ഈ ഒരു കാര്യം എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനെ താഴ്ന്നോറും നമ്മളുടെ ഗ്രേഡ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 90% അതായത് നമ്മുടെ 70യും ഇത് 35ഉം പ്ലസ് സി മാർക്ക് ഫുൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ ആണ്. പിന്നെ 80% ആകുമ്പോൾ അത് A ആയിട്ട് മാറും. ദെൻ നമ്മുടെ എന്താ പറയുക 70% ആകുമ്പോൾ അത് B+ ആയിട്ട് മാറും. പിന്നെ 60% ആകുമ്പോൾ B ആയിട്ട് മാറും. അങ്ങനെ ഗ്രേഡ് താഴ്ന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ താഴ്ന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് മിസ്സ് നിങ്ങളുടെ ഗ്രേഡ് കുറയുന്ന ആ ഒരു സംഭവം വെക്കാത്തത്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്, നമുക്ക് ഏറ്റവും ഹൈയിൽ കിടക്കുന്നത് എന്താണോ അത് തന്നെ എയിം ചെയ്യാം അല്ലേ. മിസ്സ് ബാക്കിയുള്ള B+ കിട്ടാൻ ഇത്ര മാർക്സ് മതി, അപ്പോൾ കുറേ മക്കളെങ്കിലും വിചാരിക്കും എന്നാൽ എനിക്കിത് മതി. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേ വേണ്ട. അതുകൊണ്ട് മിസ് ആ ഒരു ടേബിളും കാണിക്കുന്നില്ല. എൻ്റെ കുട്ടികളെല്ലാവരും തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എയിം ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെ നടക്കട്ടെ. അപ്പം നിങ്ങളുടെ സി മാർക്ക് നിങ്ങൾക്ക് ഫുൾ ഉണ്ടെങ്കിൽ ഇത്ര മതി നിങ്ങൾക്ക് A+ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 70 ആൻഡ് അബവ്, അതേപോലെ തന്നെ 35 ആൻഡ് അബവ്. ക്ലിയർ ആയി? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതേപോലത്തെ എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ.